നമുക്കൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം. പ്രിയപ്പെട്ട ഈശോയെ, കഴിഞ്ഞ ഒരാഴ്ച ഞാൻ നിൻ്റെ കൂടെ നടക്കുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെയും ഞാൻ നടക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നിൻ്റെ സാന്നിധ്യം അറിയുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ കൂടുതൽ ചിന്തിച്ച് നിൻ്റെ കൂടെ നടക്കുകയായിരുന്നു. നിന്നെ നോക്കിക്കൊണ്ട്, നിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട്, പ്രവൃത്തികൾ കണ്ടുകൊണ്ട്, നിൻ്റെ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചറിയുന്നു നമ്മൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഈശോയെ ആ വ്യത്യാസങ്ങൾ കുറയ്ക്കണം. എനിക്ക് നിന്നെപ്പോലെ ആവണം, നിന്നെപ്പോലെ ഒരു വ്യക്തി ആവണം. അതിന് നിൻ്റെ സഹായമില്ലാതെ എനിക്ക് പറ്റില്ല. എൻ്റെ ഈശോയെ, എന്നെ സഹായിക്കണമേ, എൻ്റെ കൂടെ ഉണ്ടാവണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ ഒരാഴ്ച ചിന്തയുടെ ആഴ്ചയായിരുന്നു അല്ലേ? നമ്മൾ ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞു. തീർന്നിട്ടില്ല. ലോകം, പ്രത്യേകിച്ചും നിങ്ങളുടെ യുവജനങ്ങളുടെ ലോകമെന്ന് പറയുന്നത് ഈ വീരപുരുഷന്മാരുടെ അല്ലേ, ഹീറോയിസത്തിൻ്റെ ഒരു ലോകമല്ലേ? ഈ ഹീറോകളുടെ മുൻപിലേക്ക് കേവലം ഒരു കൃമിയെപ്പോലെ വന്നിട്ട്, ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ പരാജയപ്പെട്ട കുരിശിൻ്റെ സുവിശേഷം പ്രസംഗിച്ചവൻ. പക്ഷേ ഇവിടെയാണ് ഈശോ എന്ന വ്യക്തിയുടെ വ്യത്യസ്തത. അവൻ പോരാടിയത് അധികാര സ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങൾക്കോ എതിരെയല്ല, തിന്മയ്ക്കെതിരെ അവൻ പോരാടിയത്. തിന്മയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിത്വം, ഉറച്ച നിലപാട്. അപ്പം നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി പേരുണ്ടല്ലോ, സാമൂഹിക തിന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അവൻ ആദ്യം ഈ യുദ്ധം തുടങ്ങിയത് എവിടെ നിന്നറിയാവോ? തൻ്റെ ഉള്ളിൽ നിന്നാ, തൻ്റെ ജീവിതത്തിൽ നിന്നാ. പരസ്യ ജീവിതത്തിന് തൊട്ട് മുമ്പ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് അല്ലേ? എന്തായിരുന്ന പരീക്ഷണം? പിതാവ് കാണിച്ചു തന്ന വഴിയിൽ നിന്നും മാറി കുറുക്ക് വഴികളിലൂടെ പോയി അല്ലെ, ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ആ പ്രലോഭനത്തെ, തിന്മ ചെയ്യാൻ, ശരീരത്തിൻ്റെ, വിശപ്പിൻ്റെ, അധികാരത്തിൻ്റെ, അധികാരപ്രമത്തതയുടെ, താൻ പോരുമയുടെ ഒക്കെ ആ ഒരു തിന്മകളെ അതിജീവിച്ചവനാണ് ഈശോ. ഇതാണ് ഈശോയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. തിന്മയ്ക്കെതിരെ പോരാടിയപ്പോഴും അവൻ തിന്മയിൽ വീണില്ല. ഈശോയെ നാം പരിശുദ്ധ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ദേവാലയത്തിൽ ചട്ടവറെടുക്കുന്നവൻ അല്ലേ, നിയമങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച അല്ലേ. ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ട്, നല്ല ഒരു അടിപൊളി ഒരു കബറടം നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അടിപൊളി, അതിനകത്ത് കിടക്കാൻ എന്നാ സുഖമായിരിക്കും. പക്ഷെ കിടക്കാൻ നിങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല അല്ലേ. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്നാ സ്ഥിതി നമുക്കറിയാം. പുറമെ നല്ല രസ, ചീഞ്ഞു നാറിയതാ. ഇതുപോലെയാണ് ഫരിസയരെ, നിയമജ്ഞരെ എന്ന് പറഞ്ഞ് അവർക്കെതിരെ ശബ്ദമുയർത്തിയവൻ. ആ പൊള്ളത്തരങ്ങൾ മുഴുവൻ തുറന്നു കാട്ടിയവൻ. അതിൻ്റെ വരും വരായികളെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ല. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ, ഈശോയുടെ കൂടെ എപ്പോഴും കൂടെ നടന്നിരുന്ന വലിയൊരു സമൂഹം ആരായിരുന്നു? സ്ത്രീകളായിരുന്നു. ഇന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ, സ്ത്രീകൾ ആരുടെയെങ്കിലും കൂടെ ഇതുപോലെ നടക്കുകയാണെങ്കിൽ പിന്നെ കഥകളുണ്ടാവും അല്ലേ. യൂട്യൂബിലും ഫേസ്ബുക്കിലും അവിടെയും ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. ഈശോയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മഗ്ദല മേരിയൊക്കെ വെച്ചുകൊണ്ട് നോവലുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട മക്കളെ, സ്ത്രീകളോടുള്ള ഒരു വ്യക്തിയുടെ സമീപനം എന്താണെന്ന് കൃത്യമായിട്ടും ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തവനാണ് എൻ്റെ ഈശോ മിശിഹ, നമ്മുടെ ഈശോ മിശിഹ. അന്നത്തെ യഹൂദ സമൂഹത്തിൽ സ്ത്രീകളെ രണ്ടാം തരക്കാരായിട്ട് മാറ്റി നിർത്തിയെടുത്ത് തൻ്റെ കൂടെ ചേർത്ത് നിർത്തിയവൻ. സ്ത്രീകളുടെ തനിമയും മഹിമയും എന്താണെന്ന് കാണിച്ചു കൊടുത്തവൻ. തൻ്റെ അമ്മയിൽ തുടങ്ങി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ സ്ത്രീകളെയും, പരസ്യഭാവികളായിട്ടുള്ളവരുണ്ട്, വളരെ സമ്പന്നരായിട്ടുള്ളവരുണ്ട്. സ്ത്രീകൾക്ക് അത് സമൂഹത്തിൽ നിലവിൽ നിന്നിരുന്ന, ഇന്ന് നമ്മളൊത്തിരി ഈ വിസ്മയയുടെയൊക്കെ സംഭവമൊക്കെ ഇപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ കിടപ്പുണ്ടല്ലേ. സ്ത്രീകളെ വെറും ഒരു വിൽപ്പന ചരക്ക് പോലെ കാണുന്ന ഈ സമൂഹത്തിന് മുൻപിൽ ഒരു മാതൃകയല്ലേ ഈശോ കാണിച്ചേ. സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടിയവൻ. എന്നാൽ തിന്മയ്ക്കെതിരെ പോരാടുമ്പോഴും തിന്മ ചെയ്യുന്നവനെ അവൻ കൈവിട്ടില്ല. ഇവിടെയാണ് ഈശോയും നമ്മുടെ ഇപ്പോഴത്തെ മാതൃകകളും തമ്മിലുള്ള വ്യത്യാസം. തിന്മയും തിന്മ ചെയ്യുന്നവനും തമ്മിലുള്ള വേർതിരിവ് അവൻ കാണിച്ചു കൊടുത്തു. തിന്മയെ വെറുത്തു, തിന്മ ചെയ്തവനെ ചേർത്തു പിടിച്ചു. മത്തായി 5:39 പറയുന്നുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. എതിർക്കൽ അവന്റെ ദുഷ്ടത്തരത്തെയല്ല, അവനെ, ആ വ്യക്തിയെ എതിർക്കരുത്, അവനെ ചേർത്ത് പിടിക്കണം. അവൻ പിതാവിൻ്റെ മകനല്ലേ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും
വലത് കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കുക. ഇപ്പോഴത്തെ സമൂഹത്തെ നിങ്ങളോട് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ള ആ ഒരു തൻ്റെ ഇടം ഉണ്ടല്ലോ, അതൊരു ക്രിസ്ത്യാനിയുടെ തൻ്റെ ഇടാ. അതൊരു ക്രിസ്ത്യാനിയുടെ തൻ്റെ ഇടാ. അതാ ക്രിസ്ത്യാനിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. എന്നെ കടിക്കുന്നവൻ്റെ ഒരു തിരിച്ച് ചോദിക്കുക, പൊന്നു സഹോദരാ, നിന്റെ ആ പല്ലിന് വേദന ഉണ്ടായോ എന്ന് ചോദിക്കണമെങ്കിലുണ്ടല്ലോ ആ തൻ്റെ ഇടമെന്ന് പറയുന്നത്. അത് ലോക ചരിത്രത്തിൽ ഇവിടെയാ ഈശോ BC എന്നും AD എന്നും പറഞ്ഞ് വെറുതെ കാലത്തെ അല്ല രണ്ടായിട്ട് തിരിച്ചത്. രണ്ട് സമീപനങ്ങളായിരുന്നു. ഇവിടെയാ ഈശോയുടെ മഹത്വം എന്ന് പറയുന്നത്. ലോകത്തിലെ ഒരു മത നേതാവിനും ഒരിക്കലും അവകാശപ്പെടാൻ പറ്റാത്തത്. ഈശോയുടെ പൈതൃകം പലരും, അതിനുശേഷം വന്ന പലരും ഈശോ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ പൈതൃകം ഇതൊരു ക്രിസ്ത്യാനിക്ക് സ്വന്തമാണ്. ഇതാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ എടുക്കേണ്ടത്. പ്രിയപ്പെട്ട മക്കളെ, തീർന്നില്ല. മനുഷ്യനായി മനുഷ്യർക്ക് വേണ്ടി പിറന്ന ദൈവപുത്രൻ്റെ ഭൂമിയിലെ തുടക്കം ഒടുക്കം, ഈ രണ്ട് സ്പാൻ, ഇതിൻ്റെ ഇടയിൽ ഇതിനെ ഒന്ന് നിർവചിക്കാൻ ഒറ്റ വാക്കിൽ വേണമെങ്കിൽ നിർവചിക്കാം. എന്നാണെന്നറിയാവോ? ദാരിദ്ര്യം. കാലിത്തൊഴുത്തോട്ട് കാൽവരി വരെ. കാലിത്തൊഴുത്തിൽ ഏതോ ഒരുത്തൻ്റെ കാലിത്തൊഴുത്തിൽ കന്നുകാലികളുടെ കൂട്ടിൽ പിറന്നിട്ട് ഭൂമിയിൽ തലചായ്ക്കാൻ ഇടയില്ലാതെ ആകാശത്തിലും ഭൂമിയുടെയും മധ്യയെ ഉയർത്തപ്പെട്ടവൻ. ഒന്നുമില്ല. ഏറ്റവും അവസാനം തനിക്ക് സ്വന്തമായിരുന്ന അവസാനത്തെ സ്വത്തുകൂടി മനുഷ്യന് വിട്ടുകൊടുത്തു. യോഹന്നാനോട് പറയുക, ദേ നിന്റെ അമ്മ. ഈ ഭൂമിയിൽ മനുഷ്യനെന്ന നിലയിൽ തൻ്റെ കയ്യിൽ ഇനിയും അവശേഷിച്ചിരുന്ന ആ ഒരു സ്വത്തിനെയും കൂടെ യോഹന്നാന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക നമുക്ക് വേണ്ടി. ദാരിദ്ര്യം ജീവിച്ചവൻ, എങ്ങനെയാണ് ദാരിദ്ര്യം ജീവിക്കുന്നതെന്ന് കാണിച്ചവൻ. ഇതുപോലുള്ളൊരു നേതാവിനെ കാണാൻ പറ്റുമോ മക്കളെ? പളുപളുത്ത വസ്ത്രം ധരിച്ച് മുന്തിയ കാറുകളിൽ വന്നിറങ്ങുന്ന അടിപൊളി നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് ഈശോയുടെ വ്യത്യസ്തത. ഇവിടെയാണ് AD യും BC യും, ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ അന്നോ ഡോമിനി, ദി ഇയർ ഓഫ് ദ ലോർഡ് അല്ലേ നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് പലപ്പോഴും ഉണ്ട്. ഇപ്പം മാറ്റുന്നുണ്ട്. BCE, ബിഫോർ കോമൺ എറ എന്നൊക്കെ പറഞ്ഞ് മാറ്റുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ഇത് ബോധപൂർവമാണ് മക്കളെ. ഇവിടെയാണ് ഒരു ക്രൈസ്തവനായ ഞാൻ ഈ ഒരു മാതൃക ലോകത്തിന് മുമ്പിലേക്ക് വെക്കേണ്ടത്. ഇവിടെ ഈശോയുടെ മാതൃകയെ തമസ്കരിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒത്തിരി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവൻ പറയുക, മത്തായി 5:3, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാ. എന്താ ഈ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്? ഇത് സമ്പന്നന്മാർക്കെതിരാണോ? അല്ല. മർക്കോസ് 10:25 വീണ്ടും പറയുന്നുണ്ട്, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണെന്നറിയാവോ? ഒട്ടകം സൂചിക്കുടിയിലൂടെ കടക്കുന്നതാണെന്നാണ് പറയുന്നത്. എളുപ്പമാണോ? അല്ലേ? ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതിലും നടക്കാത്ത കാര്യമാണെന്നാണ് പറഞ്ഞത്. ധനവാൻ എവിടെ എത്തുക? സ്വർഗത്തിലെത്തുക. അപ്പം ചിന്തിച്ചേക്കാം, ഞാൻ ഓക്കെ, എനിക്കൊന്നുമില്ലല്ലോ, ഐ എം വെരി പൂവർ അല്ലേ എന്ന് വേണേൽ കരുതാം. അല്ല, അതിനെക്കുറിച്ചല്ല പറയുന്നത്. മക്കളെ, ഒരു തുട്ടുണ്ടായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയാവോ? എനിക്ക് സമ്പന്നനാവാം. എങ്ങനെയാ? ഞാൻ അതിനോട് കടിച്ച് തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ. ഇവിടെയാ ആത്മാവിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ എങ്ങനെ എൻ്റെ സമ്പത്തിനെ ഞാൻ കാണുന്നു. സമ്പത്തിൻ്റെ ഏറ്റക്കുറച്ചിലല്ല, സമ്പത്തിനോടുള്ള മനോഭാവമാണ് ഇവിടെ ഈശോ പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, സമ്പത്ത് നേടുക എന്ന് പറയുന്നത് തെറ്റായിട്ടല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. സമ്പത്ത് നേടുന്നത് എന്തിനു വേണ്ടി? ഈ സമ്പത്താണ് ആത്യന്തിക പണമെന്ന് പറയുന്നത്. സാധാരണ ഈ എക്കണോമിക്സിൽ, ഞാൻ എക്കണോമിക്സ് അധ്യാപകം കൂടി അതുകൊണ്ട് പറയുന്നുള്ളൂ കേട്ടോ. എക്കണോമിക്സിൽ ഇങ്ങനെ പറയാറുണ്ട്, മണി എന്താന്ന്? മണി ഇസ് എ മീൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയും, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാറുണ്ട്. കൈമാറ്റത്തിൻ്റെ, സാധനം വാങ്ങണം, പണം അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് വാങ്ങി അല്ലേ, ഒരു മീഡിയം. എന്തിന്? നന്മ ചെയ്യാനുള്ള മീഡിയമായിട്ട് ഞാൻ എൻ്റെ സമ്പത്തിനെ കാണുകയാണെങ്കിൽ, അങ്ങനെ നന്മ ചെയ്യാനുള്ള ആ മീഡിയം നേടാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോൾ, പണമല്ല എൻ്റെ ആത്യന്തിക ലക്ഷ്യം, നന്മയാരാ? നമ്മൾ നന്മ എന്താണെന്ന് പറഞ്ഞായിരുന്നു, പിതാവിൻ്റെ വചനം ശ്രവിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ സമ്പത്തിനെ അതിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ, കറക്റ്റ് വീക്ഷണത്തിൽ മുമ്പോട്ട് വെച്ചവൻ. അതോടൊപ്പം തന്നെ ധനവന്മാരുടെ, ഈശോ അവിടെ ദേവാലയത്തിൽ ഇരിക്കുക, ഒത്തിരി പേര് കൊണ്ടുവന്ന് പണം ഇങ്ങനെ കൊണ്ട് ഇടുന്നുണ്ടല്ലേ. ധനവാന്മാരുടെ ധാരാളിത്തത്തിലായിരുന്നില്ല, വിധവയുടെ ഓട്ടക്കാലണയിലേക്കാണ് അവൻ്റെ നോട്ടം പോയത്. കാരണം എന്താണെന്നറിയാവോ? അവളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവൻ അവൾ കൊടുത്തു. അവൾക്കിനി അടുത്ത ഭക്ഷണം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, എവിടുന്ന് കിട്ടുമെന്ന് നമുക്കറിയില്ല, പക്ഷെ അവൾ മുഴുവൻ കൊടുക്കുക. ഇതാ മനോഭാവം. ഇതെൻ്റെ അല്ല എന്നുള്ള, ഇതൊരു വെറും മീഡിയം, എൻ്റെ കയ്യിലേക്ക് ഇന്ന് തന്നു, ഇത് വേറൊരാളുടെ കയ്യിലേക്ക് കൈമാറ്റപ്പെടാനുള്ളതാണ്. അങ്ങനെ സമ്പത്തിനെ കാണുവൻ. ഇനി ആരുടെ കയ്യിലേക്ക്? ആവശ്യമുള്ളവൻ്റെ കയ്യിലേക്ക്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും
എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഏത് നേതാവിന് പറയാൻ പറ്റും എന്നിൽ നിന്ന് പഠിക്കാൻ? ഇപ്പോഴത്തെ നേതാക്കന്മാർ എല്ലാവരും ഞാൻ കാടടച്ച് വെടി വെക്കാന്ന് വെക്കല്ലേ കേട്ടോ മക്കളെ, അങ്ങനെയല്ല കേട്ടോ, ഞാൻ ജഡ്ജ്മെൻറ്റിലാവുകയല്ല. പക്ഷേ ഇങ്ങനെ പറയാം, നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ ചെയ്തോ, പക്ഷേ ഞാൻ ചെയ്യുന്നത് മുഴുവൻ ചെയ്തേക്കല്ലേ എന്ന്. പക്ഷേ ഈശോ അങ്ങനെയല്ല. ഈശോ പറഞ്ഞത് എന്താ? എന്നിൽ നിന്ന് പഠിക്കുക. ഞാൻ ചെയ്യുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് പൂർണ്ണ മാതൃക. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. മറ്റൊരു ചിത്രം കൂടെയുണ്ട്. യെശയ്യായുടെ പുസ്തകം 53:7 അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. കുരിശുമരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവപുത്രൻ അല്ലേ, പിതാവിൻ്റെ ഏകജാതൻ അനുഭവിക്കുന്നു. ആർക്ക് വേണ്ടി? തെറ്റ് ചെയ്തിട്ടാണോ? അല്ല, തെറ്റ് ചെയ്തവർക്ക് വേണ്ടി. അവനവിടെ ശാന്തശീൽ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിലൊരു കാര്യം കൂടെ, ഇതൊരു നമ്മൾ പറയല്ലേ, ഒരു സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഈശോ നമ്മുടെ മുൻപിൽ ഒരു മാതൃക വെക്കുക. നമ്മളൊക്കെ എങ്ങനെയാണ് മക്കളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, രാവിലെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണ് മേശപ്പുറത്ത് വരുന്നതെങ്കിൽ ഉടനെ അമ്മയോട് നമ്മൾ കയർക്കും അല്ലേ? എനിക്ക് ഇന്നത് കിട്ടിയില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അവിടെ ഈശോ മുൻപിലേക്ക് വെക്കുന്ന ഒരു മാതൃകയാണ് സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത്. ശാന്തശീലത എന്താണെന്ന് അവിടുന്ന് കാണിച്ചു തരിക മക്കളെ. അതോടൊപ്പം തന്നെ അവിടെ ഈ പാത്രം നിങ്ങൾ കണ്ടില്ലേ അല്ലേ? വെള്ളം നിറച്ച പാത്രം, അപ്പുറത്തൊരു കഷ്ണം തുണിയും അല്ലേ? വലിയൊരു സംഭവം, ഒരു അനുഭവം നിങ്ങളുടെ മനസ്സിലോട്ട് വന്നിട്ടുണ്ട്. എനിക്കറിയാം. പാദങ്ങൾ കഴുകുന്ന കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. യോഹന്നാന്റെ സുവിശേഷം 13:14 പറയുക. കർത്താവായ ഞാൻ പാദങ്ങൾ, ഇതാണ് മാതൃക. ഞാൻ ഗുരുവായിട്ടിരിക്കുകയല്ല, ഞാൻ താഴുകയാ നിന്റെ മുൻപിലേക്ക്. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ഈ മാതൃക കാണിക്കുന്നുണ്ട്. ഈ ഒന്നാമനാകാൻ തർക്കിച്ച അപ്പസ്തോലന്മാരുടെ ഇടയിലേക്ക് ഈശോ പറയുന്നുണ്ട്. മർക്കോസ് 9:35 ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനാവണം, എല്ലാവരുടെയും ശുശ്രൂഷകനാവണം. വീണ്ടും പറയുന്നുണ്ട്, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കാരണം താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന ആരാ? പിതാവാണ്. ആ ഒരു വിനീത മനോഭാവം, അത് തെറ്റുകളോടോ അല്ലെങ്കിൽ തിന്മകളോടോ സമരസപ്പെടാനല്ല, അഡ്ജസ്റ്റ്മെന്റിന്റെ പരിപാടി ഈശോയ്ക്കില്ലായിരുന്നു. അത് ഓർക്കുക. അഡ്ജസ്റ്റ്മെന്റ് ഇല്ലായിരുന്നു. സത്യമായിട്ട് കൃത്യമായിട്ട് അത്രയേ ഉള്ളൂ അല്ലേ? യേസ് എന്ന് പറഞ്ഞാൽ യേസ്, നോ എന്ന് പറഞ്ഞാൽ നോ. പിന്നെ ഒരു ലോകചരിത്രത്തിൽ കാണാത്ത മറ്റൊരു മാതൃകയാ ക്ഷമാശീലൻ. കുരിശിൽ കടന്നോടൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ വേദനയുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് പറയുക, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്തത് എന്തെന്ന് അവരറിയുന്നില്ല. ഏറ്റവും അവസാനം ആർക്ക് വേണ്ടിയാണ് വാദിച്ചത്? തനിക്കെതിരെ ഇങ്ങനെ ഇത് മുഴുവൻ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്കറിയില്ല ഒരു കാരണം, ക്ഷമിക്കാനുള്ള കാരണം അവിടുന്ന് കണ്ടുപിടിക്കുക. പ്രിയപ്പെട്ട മക്കളെ, എത്ര പ്രാവശ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാരണങ്ങൾ കണ്ടെത്തി കലഹിച്ചിട്ടുണ്ട്. കാരണങ്ങൾ കണ്ടെത്തി കലഹിക്കുന്നവരുടെ നമ്മുടെ മുമ്പിലേക്ക് ഈശോ പറയുക, ക്ഷമിക്കാൻ കാരണം കണ്ടെത്തുക. ഇവൻ അറിയില്ല. അതുപോലെ തന്നെ പത്രോസ് ചോദിക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം ഞാൻ ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ? പോരാ, 770 എന്ന് കാണിക്കുന്നതിന് അനന്തതയാണ് കാണിക്കുന്നതാണ് പറയുന്നത്. സുവിശേഷ പ്രസംഗർ പറയുന്നത് അനന്തതയാ, ലിമിറ്റൊന്നുമില്ല. നീ ക്ഷമിക്കാവുന്നിടത്തോളം നീ ക്ഷമിക്കണം. കാരണം ജീവിതത്തിൻ്റെ മുഴുവൻ കണക്ക് പുസ്തകത്തിൽ തമ്പുരാൻ എന്നോട് ക്ഷമിച്ചെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ നിനക്ക് നിന്റെ സഹോദരനോട് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ? ആ ഒരു ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഒരേ ഒരു കണ്ടീഷനേ പറയുന്നുള്ളൂ. നിനക്ക് ആരോടെങ്കിലും നിനക്ക് വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. പരസ്പരം ക്ഷമിക്കേണ്ട മാതൃകയെക്കുറിച്ച് പൗലോസ്ലീഹയും പറയുന്നുണ്ട്. നമ്മുടെ ചിന്തകളിലെ അവസാനത്തെ ഒരു സവിശേഷതയിലേക്ക് വരിക, എല്ലാവരെയും ഈശോയിലേക്ക് ആകർഷിച്ച കരുണയുടെ ഇതുപോലുള്ളൊരു നേതാവ് ലോക ചരിത്രത്തിൽ കാണില്ല മക്കളെ. കരുണാമയനായവൻ, കരയുന്നതോടൊപ്പം കരഞ്ഞവന്, രോഗികൾക്ക് സൗഖ്യമായവൻ, എന്താവശ്യമുണ്ടോ അതെല്ലാം അവരുടെ മുൻപിലേക്ക് ആയി ഭവിച്ചവൻ. സമറിയക്കാരൻ്റെ ആ ഉപമയിലെ നല്ല സമറിയക്കാരൻ ആരാ? അതാണ് എൻ്റെ ഈശോ മിശിഹ. പ്രിയപ്പെട്ട മക്കളെ, ഇത്രയും സവിശേഷതകളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഇവിടെയാണ് ഈ ഒരു സവിശേഷതകളിലേക്ക് നമ്മൾ അടുക്കണ്ടേ. നമുക്ക് ജീവിതത്തിലുടനീളം നമുക്ക് ഈ യാത്രയിൽ ആ ഒരു യാത്ര നമുക്ക് തീക്ഷ്ണതയോടുകൂടി എടുക്കാം ഈശോയുടെ വ്യക്തിത്വത്തിലേക്ക്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഒരു നിമിഷം കണ്ണടയ്ക്കുക. ഈ ക്ലാസ് അവസാനിച്ചിട്ടല്ല എൻ്റെ ഈശോയെ, ഇത് തുടരുന്നു, ഇത് തുടരണമേ ഇനിയും. അവിടുത്തെ ജീവിതത്തിലേക്ക് ഒരു മാഗ്നറ്റിനെ പോലെ, കാന്തത്തെ പോലെ എന്നെ വലിച്ചടുപ്പിക്കണമേ. ഒരിക്കലും അകന്നു പോവാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൻ്റെ ഓരോ വേദിയിലും അവിടുത്തെ വ്യക്തിത്വത്തിലേക്ക് ഒന്നായിത്തീരുവാൻ
അതിനോട് കൂടുതൽ അടുക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എൻ്റെ ഈശോയെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.